ഇരിക്കണതിലിടയിൽ എൻ്റെ ജ്യേഷ്ഠയുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഇനി ഓപ്പറേഷൻ ചെയ്യാം, നമുക്ക് മഞ്ചേരി പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നല്ലത് പറഞ്ഞ് അവൾ എന്താ ടൈമുണ്ട് ഭർത്താവ് മരിച്ചിരുന്നു. ആ ടൈമിന് ഞാൻ വെയിറ്റ് ചെയ്ത് കിടക്കുക. എൻ്റെ അനിയത്തിൻ്റെ ഹെയർനിസ, അവൾ ഇതൊന്ന് കഴിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു ഇതൊന്നും കഴിക്കണ്ട, അതൊന്നും എനിക്ക് ഇതുകൊണ്ടൊന്നും മാറൂല, നിസ്സാരാക്കി. അപ്പം ഈ കാശ് തരണ്ട, ഇവിടെ ഉണ്ട് സാറിന് അറിയും, ഷമീൻ സാറിന് അറിയും. അവളൊരു 6 മാസത്തോളം ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഹൈലോണ് ഈ കുപ്പിയോട് ഇപ്പം എൻ്റെ ഈ അസുഖം മാറുക വളരെ നിസ്സാരാക്കി പച്ചയായിട്ട് തന്നെ. പക്ഷെ അത് ഞാൻ കഴിച്ചു, എന്ത് തന്നാലും ഞാൻ കഴിക്കും, വിഷമില്ലാത്തതൊക്കെ, കാരണം അത് മാറണല്ലോ. അങ്ങനെ ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ കിടക്കും. അതായത് 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കിടക്കണം. അത് സ്വാഭാവികമായ അസിഡിറ്റി പ്രശ്നമുണ്ട്, അതേപോലെ സന്ധിവാതത്തിന്റെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട് എനിക്ക്. അപ്പൊ 1 മണിക്കൂർ കിടക്കണം. ആ കിടത്തത്തിന് ഒരു മാറ്റം വന്നപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞൊരു മെസ്സേജ്, എന്റെ മെഡിസിൻ പിടിച്ചു. മെഡിസിൻ അല്ല, പ്രൊഡക്റ്റ് തന്നു, എനിക്ക് തരില്ലല്ലോ. അപ്പൊ അവളെന്നെ തിരുത്തി തരുകയാണ്. അപ്പൊ രണ്ടാമതും കൊണ്ടുപോകാറുന്നു. അപ്പൊ സാധാരണ അവൾ എനിക്ക് കാശ് തരണ്ട, എന്റെ അസുഖം മാറിയതിന് ശേഷം എനിക്ക് കാശ് തന്നാൽ മതിയായിരുന്നു. അപ്പൊ 2ാമത്തെ ബോട്ടിലും കൊടുന്നു. അതും കഴിച്ചപ്പോൾ എനിക്ക് എന്റെ ശരീരത്തിന്റെ ഒരു മാറ്റം വന്നു. ഒരു 3 ബോട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറുണ്ട് ബിന്ദിന, അവരൊന്ന് കാണിച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരുണ്ട് ഇങ്ങനെ സംഭവം ഇല്ലല്ലോ, സ്കാനിങ്ങിലുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഡോക്ടർ OP നോക്കിയതിലുണ്ട്, ഇത് നോക്കണല്ലോ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഇതില്ല. അപ്പോൾ ഒരു മരുന്ന് ഞാൻ കഴിക്കാത്തതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാ, നമ്മള് രോഗികളെ കണ്ടെത്തുക. നമ്മൾ ആരും ഇതിന് മെമ്പർഷിപ്പ് എടുക്ക്, നിങ്ങൾ എടുക്ക്, ഇതിൽ ജോയിൻ ചെയ്യുക, വരുമാനം കിട്ടുന്നുള്ള വാക്കേ പറയണ്ടേ. എന്നെ പോലുള്ള രോഗികളെ കണ്ടെത്തുക, അവർക്ക് ഇത് കഴിച്ച ആളുകളൊന്ന് ചുമ്മാ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വോയിസിൽ വിട്ടുകൊടുക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ടാന്നുള്ള ഒരു അനുഭവത്തെ ഞാനിവിടെ. കൂടാതെ സന്ധിവാതം ഉണ്ട്. സന്ധിവാതം 18 ഒരു വ്യക്തിക്ക് പാടുള്ളൂ, അറിയോ? എനിക്കറിയില്ല. പക്ഷെ 78 എനിക്ക്, ഞാൻ മരുന്ന് കഴിച്ചത് 78 ശേഷം എനിക്ക് ഇരുന്നോട്ട് നീക്കാൻ വയ്യ. എന്റെ ചെറിയ പേരക്കുട്ടിയാണ് എന്നെ നീപ്പിക്കാൻ വരിക. പക്ഷെ അവൾ അങ്ങോട്ട് വീഴാൻ അത്ര എനിക്ക് വയ്യായിരുന്നു. പക്ഷെ ഈ പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം അത്